ഉള്ളവരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് നല്ലൊരു സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചയും 8 മണിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മുടെ ട്രാൻസ്പെയറിന്റെ ക്ലാസ്സുകൾ വെറൈറ്റി ആവാൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടി നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കോൺടെസ്റ്റുകൾ, ഗസ്റ്റുകളെ കൊണ്ടുവന്ന് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ ഇന്നും നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. അപ്പൊ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിങ്ങോട് വേണം ഇന്ന് ക്ലാസ്സിൽ ഇരിക്കാനുള്ളത്. പെന്നും പേപ്പറും ഒക്കെ എടുത്തു വെച്ചിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അങ്ങനെ അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് അതിനുവേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ ലൂയിസ് മാം ആണ്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ വളരെ മനോഹരമായിട്ട് മാം കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിലും മാം അത് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് മൊബൈൽ കണ്ടാൽ സ്ട്രെസ്സാണ്, TV കണ്ടാൽ സ്ട്രെസ്സാണ്, നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സോ ഫാമിലിയോ എല്ലാം സംസാരിക്കുകയോ മിങ്കിളുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് സ്ട്രെസ്സാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടി വളരെ നല്ലൊരു തെറാപ്പി ആയിട്ടാണ് നമുക്ക് ഇന്ന് ടീടോക്കിലെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ഡോക്ടർ റാഷിദ മാം വന്നിരിക്കുന്നത്. നമ്മുടെ മൈൻഡിനെ എങ്ങനെ കാമാക്കാം എന്നുള്ള റിലാക്സേഷൻ തെറാപ്പിയാണ് മാം എടുക്കുന്നത്. അതിലൂടെ നമുക്ക് ഫിസിക്കലി നമ്മൾ കാമാവുന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡും കാമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാമിനെ ഞാൻ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ ടീടോക്കിലേക്ക്. മാമിന്റെ സ്വദേശം മലപ്പുറമാണ്. മാം സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ മാമിനെ ഞാൻ ഹാർദ്രമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് ഈവനിങ്. കേൾക്കാവോ? കേൾക്കാം മാം. കേൾക്കാം. അപ്പം എന്നെ പരിചയപ്പെടുത്തേണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും നല്ല ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ആതിര മാം നമ്മളെല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും സുഖമായെന്ന് കരുതുന്നു. എങ്ങനെയുണ്ട് നാട്ടിൽ? മഴ എല്ലായിടത്തും പല സ്ഥലത്തുള്ളവരാണ്. മഴയൊക്കെ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ നല്ല മഴയാണ്. ടെക്നിക്കൽ പ്രോബ്ലം വരുമോ എന്നറിയില്ല, അതാണ് ആദ്യം തന്നെ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പം എൻ്റെ പേര് അറിയാലോ അല്ലെ? എൻ്റെ പേര് റാഷിദ ഫൈസലാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മളെ ഈ ജീവിതത്തിലെ ഇപ്പൊ എല്ലാവരും തിരക്കേറിയ ഒരു ലൈഫാണ്. ഒന്നിനും ടൈമില്ല. അധികം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ലൈഫാണ് എല്ലാവരുടേത്. അപ്പം നമുക്ക് അനുയോജ്യമായ ഒരു റിലാക്സേഷൻ തെറാപ്പിയെ കുറിച്ച് നമുക്ക് കുറച്ച് ടൈം നമുക്കൊന്ന് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ ഞാനിന്ന് ക്ലാസ് തുടങ്ങുന്ന മുന്നേ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ആധുനിക കാലഘട്ടത്തിൽ, അതായത് പഴയ കാലഘട്ടത്തില്, ആധുനികല്ല, ഒരു പഴയ ഒരു കാലഘട്ടത്തിലെ ഒരു സ്റ്റോറിയാണ്. പഴയെന്ന് നമുക്ക് ഇപ്പോഴും ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഒരു രാമു എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ. ഒരു ചെറിയ സ്റ്റോറി വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റിലാക്സേഷൻ തെറാപ്പിന് ഒരു അനുബന്ധമായ ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ നമ്മുടെ ഒരു ഗ്രാമത്തിലെ ഒരു രാമു എന്നൊരു പയ്യൻ അധികം കുടുംബത്തിന്റെ ഹലോ പറഞ്ഞോളൂ മാം, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അപ്പോ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങള്, അതുപോലെ ജോലി തിരക്കുകള്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുമായിട്ട് രാമു ഇങ്ങനെ ഒരു പിരിമുറുക്കൊക്കെ അനുഭവിച്ച് ഒരു രാത്രി സമയങ്ങളിൽ ഉറക്കമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്കായിട്ടുള്ള ജീവിതമായിരുന്നു ഈ രാമുവിൻ്റെത്. അങ്ങനെ ആ ടൈമില് രാമു ഉറങ്ങാൻ കിടന്നാല് ആൾക്ക് ഉറക്കം വരില്ല, ജോലിക്ക് പോയാലും എന്തൊക്കെയോ അസ്വസ്ഥതകള്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളായപ്പോൾ അവന് എന്താ ചെയ്യാന്ന് അവനക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവനൊരു നല്ലൊരു മുതിർന്ന ഒരു ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ അങ്ങ് പോയി. അങ്ങനെ ആ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഉറക്കം വരുന്നില്ല, ലൈഫിൽ എന്തൊക്കെയോ ഒരു പിരിമുറുക്കം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പം അന്നത്തെ കാലത്ത്, പഴയ കാലത്തൊക്കെ ഗുരുക്കളാണല്ലോ, അറിയാം, ധ്യാനമൊക്കെ ചെയ്യുന്ന സന്യാസിമാര്, ഗുരു വചനമൻ എന്നൊക്കെ പറയും. അങ്ങനെ ആ ഗുരു എന്ത് പറഞ്ഞു, കുഴപ്പമില്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരു ഒരു ഗ്ലാസ്സില് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുത്തിട്ട് അവനോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് കൂളായിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളം വാങ്ങി പിടിച്ചപ്പം അവൻ എങ്ങനെയുണ്ടോന്ന് ചോദിച്ചു ഗുരു. അപ്പൊ രാമു പറഞ്ഞു, കുഴപ്പമില്ല, വെയിറ്റ് ഒന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പിടിച്ചു, കുറച്ചു നേരം പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കുറച്ച് ടൈം പിടിച്ചപ്പം അവന്റെ കയ്യിന് ഒരു ഭാരം ഉൾപ്പെടുന്നതായി തോന്നി.
അങ്ങനെ കുറച്ചും കൂടി ടൈം കഴിഞ്ഞപ്പോൾ അവന്റെ കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് എന്റെ കൈ വേദനിക്കുന്നുണ്ട്, ഇത് എന്താ സംഭവം? അപ്പോഴാണ് ഗുരു പറഞ്ഞത്, എന്ത്, ആ ഗ്ലാസ്സിലെ വെള്ളം, ആ വെയിറ്റ് എന്തുണ്ടായിരുന്നു, നിനക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് നിനക്ക് തന്ന സമയത്തും ആ ഗ്ലാസ്സിലെ വെള്ളം അതുപോലെ കണക്ക് തന്നെയാണ്. ഇപ്പോഴും ആ വെള്ളത്തിന് കുറഞ്ഞിട്ടോ കൂട്ടിയിട്ടോ ഒന്നുമില്ല. പക്ഷെ എന്താണ്, നീ അത് കൂടുതൽ ടൈം എന്ത് ചെയ്തു, ഭാരം ഏറി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എന്താണ്, അപ്പൊ ഈ ഗുരു പറഞ്ഞു കൊടുത്തത്, നിന്റെ ലൈഫില് ദിവസം തോറും ഭാരങ്ങൾ ഇങ്ങനെ കൂടി വന്നപ്പം നീ ഒന്ന് റിലാക്സ് ആവാൻ പോലും നോക്കാതെ നിന്റെ ഭാരങ്ങൾ ഇങ്ങനെ കൂടി 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 പോയപ്പോണ്ടായിരുന്ന ആ ഒരു പിരിമുറുക്കമാണ് നിന്നിൽ അനുഭവപ്പെട്ടെന്നാണ് ആ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനിക്കൊരു റിലാക്സേഷൻ പോലെ, അന്ന് റിലാക്സേഷൻ പറയില്ല, അന്ന് ധ്യാനം എന്നൊക്കെ പറയില്ല, ധ്യാനം, മെഡിറ്റേഷൻ എന്നൊക്കെ രൂപത്തിൽ അവനക്കൊരു എക്സസൈസ് കൊടുത്തു. അവനെ ഒന്ന് കാമാക്കിയിട്ട് അവന്റെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് അവന് വിട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിങ്ങനെ അധികം ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, ഒരു തലക്ക് പെരുത്തം എന്നൊക്കെ പറയും ചില ആളുകൾ, പല ഭാഷയാണ്, പല ആളുകൾ പറയും. അപ്പം അതാണ് നമ്മളൊരു പിരിമുറുക്കം നമ്മൾ അനുഭവപ്പെടുമ്പോൾ നമുക്കൊരു റിലാക്സ് വേണം. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചെറിയൊരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. മാനസിക സമ്മർദ്ദം, അതായത് നമ്മൾ സ്ട്രെസ് കുറക്കാനും ശരീരത്തിന്റെ വിശ്രമങ്ങളൊക്കെ നൽകാനും സഹായിക്കുന്ന ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു തെറാപ്പിറ്റിക് മെത്തേഡാണ് നമ്മൾ റിലാക്സേഷൻ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പിരിമുറുക്കം കുറക്കാന്, ഹാർട്ട് മിടിപ്പ് ലെവലാക്കാൻ, അതായത് എനിക്ക് ഭയങ്കര ഹാർട്ട് മിടിപ്പാണ്, ബ്രീത്തിങ് ആണ്, അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് നമ്മുടെ റിലാക്സേഷൻ തെറാപ്പി. റിലാക്സേഷൻ തെറാപ്പിയുടെ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുരാതന കാലം മുതലേ ഇത് സംഭവം, ഈ തെറാപ്പി ഉണ്ട്. പക്ഷെ അതിന് റിലാക്സേഷൻ തെറാപ്പി എന്നൊന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ധ്യാനം അതുപോലെ യോഗ, ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെയൊക്കെയായിരുന്നു അന്ന് കാലഘട്ടങ്ങൾ പോയിരുന്നത്. ശ്വാസം ഇങ്ങനെ വലിക്കുക അന്നൊക്കെ അങ്ങനെ പറയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ ടെക്നോളജിയും സൈക്കോളജി പരമായിട്ടും നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വളർന്നു വന്നപ്പോഴും നമ്മൾ അതിനെ റിലാക്സേഷൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വന്നത്. അങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ എല്ലാവരും ഇങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് പിരിമുറുക്കത്തിന് എന്തൊക്കെയാ ചെയ്യുക. അങ്ങനെയൊക്കെ സമയത്താണ് 1908 എഡ്മണ്ട് ജേക്കബ്സൺ, അറിയാലോ, പേര് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പേശികളുടെ മുറുക്കം, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങള്, ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. 1908 ഇയാള് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നിർവഹിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 1920 എഡ്മണ്ട് ജേക്കബ്സൺ എന്ത് ചെയ്തു, പ്രോഗ്രസീവ് മ്യൂസിക്കൽ റിലാക്സേഷൻ എന്ന തെറാപ്പിയെ കുറിച്ച് ആധുനികമായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ റിലാക്സേഷൻ തെറാപ്പിയുടെ അടിത്തറയായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതായത് എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവം വരാനുള്ള കാരണം, അതിനെന്തൊക്കെയാണ് നമ്മൾ മെത്തേഡ്സ് കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ച് അവര് പഠിക്കാൻ തുടങ്ങിയിട്ട് കണ്ടുപിടിച്ചതാണ് നമ്മൾ പറയുന്നത്. ആ സമയത്താണ് അങ്ങനെ ഓരോ ട്രെയിനിങ്ങിലൂടെ ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ റിലാക്സേഷൻ ഒന്നും കൂടി വെച്ച് തുടങ്ങി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ലൈഫിലെ അതുപോലെ മാനസികമായിട്ട് തലക്കൊക്കെ ഒരു പെരുത്തം വരും, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് റിലാക്സ് ആക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഇതിന്റെ ഏറ്റവും നല്ല വില ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആങ്സൈറ്റി, സ്ട്രെസ്, അങ്ങനെ എല്ലാം നമുക്ക് റിലീസ് ആകാൻ തുടങ്ങി. ഇങ്ങനെ സൈക്കോളജിയിൽ റിലാക്സേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകമെമ്പാടും ആളുകളും ഈ റിലാക്സേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായല്ലോ റിലാക്സേഷനെ കുറിച്ചും അതിന്റെ ചരിത്രം. അവിടെ നിന്നാണ് നമ്മൾ 1908 എഡ്മണ്ട് ജേക്കബ്സൺ പഠിച്ചതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തു എന്നൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ പറയുന്നത്. അതിന്റെ റിലാക്സേഷന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി റിലാക്സേഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് ബുക്സുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു 2-3 ബുക്കിന്റെ പേര് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. പ്രോഗ്രസീവ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. പ്രോഗ്രസീവ് റിലാക്സേഷൻ അത് എഴുതിയത് നമ്മൾ പറഞ്ഞ ആൾ തന്നെയാണ്, എഡ്മണ്ട് ജേക്കബ്സൺ ആണ്. അപ്പൊ ആ സാറ് റിലാക്സേഷനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പോയിന്റ്സുകള്, ടെക്നിക്കുകള്, കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ അറിയപ്പെടുന്നുണ്ട്. റിലാക്സേഷൻ തെറാപ്പിയുടെ അടിസ്ഥാനപരമായിട്ടും ചരിത്രപരമായിട്ടും ഇതിനെ നമ്മൾ അതെന്ത് ചെയ്യും, പഠിക്കാനൊക്കെ തുടങ്ങി. പിന്നെ വരുന്ന ബുക്സ് ആണ് ലേണിംഗ് ടു റിലാക്സ്, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നമുക്കൊരു അറിവുള്ള, പുതിയ അറിവൊന്നല്ല, എന്നാലും ഉള്ളവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ബുക്സുകൾ ഉണ്ട്, ഞാൻ 2-3 ബുക്സ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ലേണിംഗ് ടു റിലാക്സ്, അതായത് റിലാക്സിനെ കുറിച്ചുള്ള എല്ലാ വിഷയവും നമുക്ക് അതിന് കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നതാണ് പ്രോഗ്രസീവ് റിലാക്സേഷൻ.
അങ്ങനെ 3 ബുക്സുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് യു മസ്റ്റ് റിലാക്സ്. അങ്ങനെ വേറെ നെക്സ്റ്റ് ഒരു ബുക്സും കൂടി ഉണ്ട്, യു മസ്റ്റ് റിലാക്സ്. അങ്ങനെ ബുക്സുകളൊക്കെയാണ് നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോറി, റിലാക്സേഷൻ തെറാപ്പിനെ കുറിച്ചുള്ള എല്ലാ മെത്തേഡ്സുകളും നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഭവങ്ങളാണ്. ഇനി നമ്മൾ ഈ റിലാക്സേഷന്റെ പ്രിപ്പറേഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ റിലാക്സേഷന്റെ പ്രധാന ഘട്ടങ്ങളെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ വേണ്ടത് നമുക്ക് അനുയോജ്യമായ ഒരു ശാന്തമായ ഒരു സ്ഥലം വേണം. അതായത് അധികം ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു കാമായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ സ്പേസോ അല്ലെങ്കിൽ മനോഹരമായ ആരും ശല്യം ചെയ്യാൻ പറ്റാത്ത നല്ലൊരു സ്ഥലമാവണം. അത് നമ്മളെ വീട്ടിലാണെങ്കിലും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പറ്റാതെ, അതായത് നമുക്ക് നമ്മളതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ടല്ലോ, അങ്ങനെയുള്ളിടത്തായാലും കുഴപ്പമില്ല, അത് വേണം. പിന്നെ ശരിയായിട്ട് രീതിയിൽ സുഖമായിട്ട് നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്. പതുക്കെ ആഴത്തില് ശ്വാസം എടുക്കുക, പിന്നെ ഏതാനും സെക്കൻഡുകൾ അത് പിടിച്ചു വെക്കുക, എന്നിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. ഇതാണ് അതിന്റെ ഒരു ഘട്ടം. ബ്രീത്തിങ് എക്സസൈസ് എടുക്കുന്നത് ഫസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ടൈം അവിടെ കൗണ്ട് ചെയ്ത് വെക്കും. ചിലർക്ക് അത് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൗണ്ട് ചെയ്യും, 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കൗണ്ട് ചെയ്യും. തനിയെ ചെയ്യുമ്പോഴുള്ളതാണ് ഇത് പറയുന്നത്. മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ചെയ്യാം. പക്ഷെ നമ്മൾ തനിയെ ചെയ്യുകയാണെങ്കിൽ ബ്രീത്തിങ് മുകളിലോട്ട് വലിച്ചിട്ട് അവിടെ 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. കൗണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യാം. പതുക്കെ ശ്വാസം അങ്ങനെ പുറത്തേക്ക്, പിന്നെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വരുന്നതാണ് മ്യൂസിക്കൽ റിലാക്സേഷൻ, അതായത് പ്രോഗ്രസീവ് മ്യൂസിക്കൽ റിലാക്സേഷൻ എന്നാണ് പറയാം. ശരീരത്തിന്റെ പേശികൾ, അതായത് നമ്മളെ ഓരോ അവയവങ്ങളുണ്ടാവും, അതൊക്കെ നമ്മളിങ്ങനെ അഴിച്ചു വിടുക, കാമമായിട്ട് നമ്മളിങ്ങനെ കുറുക്കി പിടിച്ചിട്ട് പിന്നെ അതിങ്ങനെ അഴിച്ചു വിടുക. അതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഇരുന്ന് ബ്രീത്തിങ് എക്സസൈസ് എടുത്ത് അതിനുശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വരുന്നത് മെന്റൽ റിലാക്സേഷൻ. നമ്മളെ മനസ്സിലൊന്ന് റിലാക്സേഷൻ കൊടുക്കണമല്ലോ. നമ്മുടെ ശരീരത്തിന് നമ്മളെ മനസ്സും വേണമല്ലോ ഒന്ന് റിലാക്സ് ആവാൻ, എന്നാലേ നമ്മൾ ഓൾറെഡി ഒക്കെ ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാം. അതായത് ഓരോ പിക്ചർ അല്ലെങ്കിൽ നല്ലൊരു വിഷ്വലൈസേഷൻ കൊടുക്കുക, നല്ലൊരു ഇമാജിനേഷൻ കാണാൻ വേണ്ടി അവർ പറയുക. അതിലൂടെ അവരൊന്ന് മനസ്സൊന്ന് റിലാക്സ് ആവും. പിന്നെ സെഷന് ലാസ്റ്റ് അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ സെഷൻ അടിക്കുന്ന സമയത്ത് പതിയെ കണ്ണുകളൊക്കെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ചിലർ കണ്ണുകൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടൈമിലേക്ക് മാത്രമേ അതിങ്ങനെ കണ്ണ് ഓപ്പൺ ആക്കിയിരിക്കും. അങ്ങനെ പതിയെ കണ്ണുകൾ തുറക്കുക, ശ്വാസം പതിയെ കിട്ടുക. അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അടുത്ത പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പം ചെറിയ ഒരു എക്സസൈസ്, റിലാക്സേഷൻ എക്സസൈസ് ചെയ്യാൻ താല്പര്യമാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് മ്യൂട്ടാക്കി പറയാം. യെസ് മാം. ഓക്കെ ആണോ? യെസ് നമ്മള് മാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും, ചിലവരൊക്കെ തിരക്കിലാണെന്ന് എനിക്കറിയാം, ചിലവർ ട്രാവലിങ്ങിലായിരിക്കും, ചിലവർ പുറത്തായിരിക്കും. എന്നാലും ചിലവരുണ്ടാവുമല്ലോ ഒന്നും ആരും ശല്യം ചെയ്യാതെ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതെ ഉള്ളിലോട്ട് ഇരിക്കുന്നവരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം അതായത് ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നല്ല നെട്ടെല്ലൊന്നും നമ്മൾ വളയാതിരിക്കുക എന്ന് പറയുമല്ലോ. ഇരിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നല്ല പൊസിഷൻ ഓക്കെ ആയിട്ട് ഇരിക്കാം. ഓക്കെ, അതായത് വളയാൻ പാടില്ല, നല്ല പെയിൻ വരും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നല്ല ഇതിലിരിക്കാം. അപ്പൊ ഞാൻ ബ്രീത്തിങ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൗണ്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ഞാൻ ബ്രീത്തിങ് എന്ത് ചെയ്യും, കുറച്ച് ലോങ് ആക്കിയിട്ട് പറയും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, ശ്വാസം ബ്രീത്ത് ചെയ്യാം. പിന്നെ ഞാൻ ബ്രീത്ത് ഔട്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ശ്വാസം പുറത്തേക്ക് വിടുക. ഇവിടെ ഞാൻ കൗണ്ട് ചെയ്യാനൊന്നും ശ്രദ്ധിക്കുക, കൗണ്ട് ചെയ്യാൻ പറയുന്നില്ല. എന്റെ വോയിസ് മാത്രം നിങ്ങൾ കേൾക്കുക. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഈ തെറാപ്പിയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ബ്രീത്തിങ് എങ്ങനെ നീട്ടിങ്ങനെ പറയും. ആ സമയം വരെ നിങ്ങൾ ശ്വാസം പിടിച്ചു വെക്കുക.
ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ വായിലൂടെ മാത്രം പുറത്തേക്ക് ശ്വാസം വിടുക. ഓക്കെ, തയ്യാറാണെന്ന് കരുതുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുക. ഓക്കെ, റെഡി? 1 1 2. ഓക്കെ, നിങ്ങൾ പതിയെ കണ്ണുകൾ മെല്ലെ അടക്കുക. കണ്ണ് ലോക്കാവാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയതാണ്. കണ്ണ് മുകളിലോട്ട് ഇങ്ങനെ കൃഷ്ണമണി ഉണ്ടല്ലോ നമ്മളെ, അതിങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ പതിയെ മെല്ലെ അടക്കുക. ഓക്കെ, പതിയെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ പതിയെ കണ്ണടച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബ്രീത്തിങ് പറയുമ്പോൾ അതുപോലെ ചെയ്യണേ. ബ്രീത്തിങ്, breathe out, breathing, breathe out. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഒക്കെ ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. വേറൊന്നും ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്ന് ടൈറ്റ് ആകും. അതൊക്കെ നമുക്ക് അവയവങ്ങളൊക്കെ നമുക്ക് അലിഞ്ഞ് ലൂസാക്കി ഇങ്ങനെ പഴിഞ്ഞു പോകാവുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുന്നതനുസരിച്ച് നമ്മളുടെ എല്ലാ ഭാഗങ്ങളും വിശ്രമത്തിലായിരിക്കണം. നമ്മളുടെ എല്ലാ വിഷമങ്ങളും അതിലിങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ ശാന്തമാവുകയാണ് ഓരോ ശ്വാസം പുറത്തേക്ക് വിടുന്നതനുസരിച്ച്. ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. നിങ്ങളുടെ നെറ്റിയിലുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ അഴിച്ച് വിടുക. നമ്മളുടെ മുഖത്ത് നമ്മളെ മുഖങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ച് നമ്മുടെ ഷോൾഡർ, നമ്മളുടെ ശരീരത്തിന്റെ കൈകൾ, കാലുകൾ ഒക്കെ ഇങ്ങനെ അഴിച്ചഴിച്ച് ലൂസാക്കി ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുകളും, അതൊക്കെ നമ്മൾ ഭാരം ഇറക്കി വെക്കാൻ പോവുകയാണ്. ഒരു ശാന്തമായിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ മനഃശാന്തിയിൽ, നമ്മൾക്ക് ഒരു ടെൻഷനും ഇല്ല. നമ്മൾ മാത്രം, നമ്മൾ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു നാച്ചുറൽ സ്പേസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ നാച്ചുറൽ സ്പേസിന്റെ നല്ല മൃദുവായ കാറ്റിങ്ങനെ നമ്മളുടെ ചെവിയിലോട്ട് ആസ്വദിക്കുന്നുണ്ട്. ആ കാറ്റിന്റെ സൗണ്ട് മാത്രമാണ് നമ്മൾ ചെവിയിലൂടെ ഇങ്ങനെ ആസ്വദിക്കുന്നത്. ആ വിസിലെ മാത്രം നമ്മൾ ഇമാജിൻ ചെയ്യുക. ആ കാറ്റിനിങ്ങനെ ചെവിയിലൂടെ വരുന്ന ആ ഒരു ഇമേജ് മാത്രം നിങ്ങളുടെ ചെവിയിൽ മാത്രം, നിങ്ങളുടെ സൗണ്ട്, ആ സൗണ്ട് മാത്രമാണ് നിങ്ങളുടെ ചെവിയിൽ. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക, ഞാൻ ശാന്തനാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ദയാലുവാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ കാമമായിട്ട് നമ്മളിങ്ങനെ ഉൾക്കുള്ള മൃദുവായ നല്ല തണുത്ത കാറ്റ് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ആ തണുത്ത കാറ്റിലൂടെ നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സ് ശാന്തമാക്കുകയാണ്. നമ്മളുടെ മനസ്സ് ശാന്തമായിട്ട് പോവുകയാണ്. ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing,
ഔട്ട്. നമ്മൾ ഹാപ്പിയാണ്. ഞാൻ ദയാലുവായി, ഞാൻ ശാന്തമായി, എൻ്റെ എല്ലാ സ്ട്രെസ്സുകളും ഇവിടെ ഒന്നുമല്ലാത്ത രീതിയിൽ ഞാൻ ഹാപ്പിയായി, എൻ്റെ മൈൻഡൊക്കെ ഫ്രീ ആയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിൽ മാത്രം ഉദ്ദേശിക്കുക. പുറത്തത്തെ ആ നാച്ചുറൽ ഭംഗിയായ മനോഹരമായ സ്പേസിലെ നല്ല ഭംഗിയുള്ള കാറ്റ്, നല്ല തണുത്ത കുളിർമയുള്ള കാറ്റ് നമ്മുടെ ചെവിയിലോട്ട് ആ ശബ്ദം ഇങ്ങനെ ആഞ്ഞടിച്ചു വരികയാണ് നമ്മുടെ ചെവിയിലോട്ട്. ആ കാറ്റ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. നല്ല ഭംഗിയുള്ള നാച്ചുറൽ സ്പേസിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. ആ ഒരു സ്പേസിന്റെ അതിമനോഹരമായ ഭംഗിയും ആസ്വദിച്ച്, നമ്മളുടെ കണ്ണുകളുടെ ആ ഭംഗി മാത്രം ആസ്വദിച്ച്, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആയി, നമ്മൾക്കൊന്നുമില്ലാത്ത ഹാപ്പി ആയിരിക്കുകയാണ്. ഞാൻ ശാന്തമാണ്, എൻ്റെ മനസ്സ് ഹാപ്പിയാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ പറയുക, ഞാൻ ഹാപ്പിയാണ്, ഞാൻ റിലാക്സ് ആയി, ഞാൻ ഏറ്റവും നല്ല സന്തോഷവാനായി ഇരിക്കുകയാണ്. ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. നമ്മൾ കണ്ണുകൾ തുറക്കാൻ പോവുകയാണ്. റിലാക്സ്, റിലാക്സ്. രണ്ട് കൈയും ഒന്ന് തടവിയിട്ട് ആ കൈയിന്റെ ചൂട് നമ്മളുടെ കവിളിലോട്ടും കണ്ണിലോട്ടും വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് പതിയെ പതിയെ ഓപ്പൺ യുവർ ഐസ്, ഓപ്പൺ യുവർ ഐസ്, ഓപ്പൺ യുവർ ഐസ്. എന്താണ്, എല്ലാവരും ഓക്കെ ആയോ? ഹലോ, എന്താ ഇവിടെ എല്ലാവരും പോയോ? ഓക്കെയാണ് മാം. കണ്ണ് തുറന്നു വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ആ റിലാക്സേഷനിൽ ഇരുന്ന് പോയോ? യെസ്. നമ്മൾ കൂടുതൽ ടൈം എടുക്കും. നമുക്ക് ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവിടെ നിങ്ങൾ ചുരുക്കിയതാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസുകളൊക്കെ അനുസരിച്ച് നമുക്ക് റിലാക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പം നമ്മളുടെ ടൈമിംഗ് അനുസരിച്ച് ഞാൻ അങ്ങ് ചുരുക്കി പോയതാണ്. എല്ലാവർക്കും റിലാക്സ് ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? കണ്ണുകളൊക്കെ ഓപ്പൺ ആയി തുറന്നു? എല്ലാവരും ഓപ്പൺ ആയില്ലേ? ഓപ്പൺ യുവർ ഐസ്. എല്ലാവരും ഓക്കെ ആയില്ല? മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയോ? ആ തിരക്കി പിടിച്ച നമ്മുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് നമ്മളുടെ എങ്ങനെയുണ്ട്? ഫ്രീ ആയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ക്ലാസ് ഇതുവരെ കേട്ടതും റിലാക്സേഷൻ തെറാപ്പി ഒക്കെ കേട്ടതിന് വളരെ നന്ദി. താങ്ക് യു രാഷിദ മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു റിലാക്സേഷൻ കിട്ടി. വളരെ കാമായി മൈൻഡ്. അപ്പം വളരെ നല്ലൊരു ക്ലാസ്. ഫീഡ്ബാക്കുകൾ പറയാനുള്ളവര് എല്ലാവരും ഫീഡ്ബാക്കുകൾ പറയുക. ഹർഷിത മാമിന്റെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. റിലാക്സേഷൻ തെറാപ്പി കുറച്ച് സമയമാണെങ്കിലും നല്ലൊരു ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, അടിപൊളി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ആരാണ് പറയുന്നത്? പേര് എഴുതിയിട്ടില്ല. മലപ്പുറം പരപ്പനങ്ങാടി. ഓക്കെ ഓക്കെ, മുനീർ സാർ, താങ്ക് യു. അടുത്ത ഫീഡ്ബാക്കുകൾ പറയാൻ ആരാണ്? നമുക്ക് അടുത്ത നമ്മുടെ ഫീഡ്ബാക്കുകൾ കേട്ടിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ളതാണ്. മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. റഷിദ മാം തെറാപ്പി നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. ആരാണ്? പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ റജീന, മലപ്പുറം. ഓക്കെ, റജീന മാം, താങ്ക് യു. എൻ്റെ പേര് സഞ്ജീവ്. ഞാൻ മെഡിറ്റേഷൻ ട്രെയിനറാണ്. ഞാനത് എന്നാലും ഞാൻ എൻജോയ് ചെയ്തു. മാഡത്തിൻ്റെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു.
മാത്രമല്ല ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ കുറച്ചുകൂടി നമ്മുടെ വേദാന്തങ്ങളിലൊക്കെ പറയുന്ന ആ മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറഞ്ഞാൽ മാഡം അതിലേക്കൊന്നും കടന്നില്ല. ജസ്റ്റ് അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു വന്നപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാലും മൊത്തത്തില് ഈ കുറഞ്ഞ സമയം കൊണ്ട് മാഡം വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. ആ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങുമ്പോൾ ആ ബ്രീത്ത് ഇൻ കഴിഞ്ഞ് പിന്നെ 2, 3, 4 പിന്നെ ഹോൾഡ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 2, 3, 4 ബ്രീത്ത് ഔട്ട്, പിന്നെ 2, 3, 4, 5, 6 ഹോൾഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അതൊരു പ്രത്യേക ഒരു ഇതുണ്ട്, ഒരു റിതമുണ്ട്. ആ റിതത്തിന്റെ ആ നമ്പറിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ബ്രീത്തിങ്ങിന്റെ ശരിക്കും ആ ഫ്രീക്വൻസി നമുക്ക് കിട്ടുക, എൻജോയ് ചെയ്യാൻ പറ്റുക. മാഡത്തിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. ഞാൻ നല്ല കൂടുതൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഫീഡ്ബാക്കുകൾ വേഗം പറയുക. ആരെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത സെഷനായ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പോകാം. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചാറ്റ് ബോക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യന് ചാറ്റ് ബോക്സിൽ ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് പറയാൻ പ്രയോറിറ്റി ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യന് സെക്കൻഡ് എന്ന് 2 എന്ന് ടൈപ്പ് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യന് 3 എന്ന് പ്രിന്റ് ചെയ്യണം. ആ രീതിയിൽ വേണം ചെയ്യാൻ. പറഞ്ഞത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്യണം, അവരായിരിക്കും ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 എന്ന് ടൈപ്പ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് 3 എന്ന് ടൈപ്പ് ചെയ്യണം. ഫസ്റ്റ് ആരാണോ ചെയ്യുന്നത് അവരായിരിക്കും ഫസ്റ്റ് ആൻസർ പറയുന്നത്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ട്രയൽ വേണമെങ്കിൽ നോക്കാം നമുക്ക്. നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേരെ, വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ആരും ആൻസർ എഴുതിയിടരുതേ. ആൻസർ ആരും ടൈപ്പ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഫൗളായി പോവും. 1, 2, 3, 4, 5 ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ, ഡിജിറ്റ്സ്. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഗ്രസീവ് റിലാക്സേഷൻ ആരുടെ ബുക്കാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പ്രോഗ്രസീവ് റിലാക്സേഷൻ ആരുടെ ബുക്കാണ്? അൻഷിയ മാം 1 നെറ്റിട്ടുണ്ട്. മാമിന് ഓക്കെ പറയാം. എഡ്മണ്ട് ജേക്കബ്സൺ. കറക്റ്റ് ആൻസർ ആണ്. മാമിന് 1 പോയിന്റ്. കൺഗ്രാറ്റുലേഷൻ മാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാലോ? യെസ് മാം. ഓക്കെ, എഡ്മണ്ട് ജേക്കബ്സൺ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും പഠിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഏത് വർഷത്തിലാണ് അദ്ദേഹം മാനസിക സമ്മർദ്ദവും പിരിമുറുക്കത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്? ഏത് ഇയറിലാണ്? ചാറ്റ് ബോക്സിൽ 2 എന്ന് ഇടുക. ഫസ്റ്റ് അൻഷിത മാം ആണ്, സെക്കൻഡ് ആണ്. അങ്ങനെയാണോ സാറ്? അതെ അതെ അതെ. അല്ലല്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത്. ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്ത് അൻഷിയ മാം. ആൻഷിയ മാം. അൻഷിയ മാം തന്നെയാണ്.
ഓക്കെ, അപ്പൊ അൻഷ്യ മാമിന് ആൻസർ പറയാം. മാം 1908 ആണെന്ന് തോന്നുന്നു. അതെ, കറക്റ്റ് ആണ് മാം. മാമിന് അഗെയിൻ 1 പോയിന്റ്. താങ്ക് യു മാം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? യെസ് മാം. നമ്മുടെ പ്രോഗ്രസീവ് റിലാക്സേഷൻ തെറാപ്പിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഏത് തെറാപ്പിയാണ്, അല്ലെങ്കിൽ ഏത് റിലാക്സേഷൻ മെത്തേഡാണ്? മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. നമ്മുടെ നമ്പർ ഓക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അൻഷിത മാം. സജീവ് സർ. സജീവ് സർ. സജീവ് സാർ. സഞ്ജീവ് സർ. സഞ്ജീവ് സാർ. ഓക്കെ, സജീവ് സാർ പറഞ്ഞോളൂ. സജീവ് സാർ. സജീവ് സാർ. മ്യൂസിക്കൽ റിലാക്സേഷൻ. കറക്റ്റ് ആൻസർ ആണ്. സാറിന് 1 പോയിന്റ്. നിഷിത മാമിന് 2 പോയിന്റ്. സജീവ് സാറിന് 1 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ചരിത്രപരമായി ഏറ്റവും അടിസ്ഥാനപരമായും റിലാക്സേഷൻ തെറാപ്പി കണക്കാക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഏതാണ്? നമ്മുടെ റിലാക്സേഷൻ തെറാപ്പിയുടെ ചരിത്രം എന്ന് പറയുന്ന ബുക്ക് ഏതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. അൻഷിത മാം. അൻഷ്യ മാം പറയൂ. പ്രോഗ്രസീവ് മ്യൂസിക്കൽ റിലാക്സേഷൻ. തെറ്റാണല്ലോ. അപ്പൊ സഞ്ജീവ് സർ. സഞ്ജീവ് സർ ഇപ്പൊ നമ്പർ. സഞ്ജീവ് സാർ പറയൂ. സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കേൾക്കുന്നു. സഞ്ജീവ് സാർ. അതെ മാം, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ചരിത്രപരമായി ഓക്കെ റിപ്പീറ്റ് ചെയ്യാം. ചരിത്രപരമായി ഏറ്റവും അടിസ്ഥാനപരമായും റിലാക്സേഷൻ തെറാപ്പി കണക്കാക്കപ്പെടുന്ന ഒരു ബുക്കുണ്ട്. അത് ഏതാണ്? നമ്മുടെ റിലാക്സേഷൻ തെറാപ്പിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് ഏതാണ്? ചരിത്രപരമായ ബുക്ക് ഏതാണ് റിലാക്സേഷൻ തെറാപ്പിയുടെ? ആ തെറാപ്പിയുടെ ബുക്കിന്റെ പേരാണ് ചോദിച്ചത്. സഞ്ജീവ് സാർ. ശരിക്കും എന്റെ അഭിപ്രായത്തില് പതഞ്ജലിയുടെ യോഗാശാസ്ത്രമാണ്. പക്ഷേ മിസ് പറഞ്ഞത് പ്രോഗ്രസീവ് റിലാക്സേഷൻ എന്നാണ്. എഡ്മണ്ട് ജേക്കബിന്റെ. അതെ, സാറ് കറക്റ്റ് ആൻസർ ആണ്. പോയിന്റ് ഇപ്പം ഈക്വൽ ആയിട്ട് വരികയാണ്. സഞ്ജീവ് സാറിന് 2 പോയിന്റ്, അൻഷ്യ മാമിനും 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലാക്സേഷൻ തെറാപ്പിയുടെ പ്രധാന ഘട്ടം അതിലേതെങ്കിലും ഒരെണ്ണം പറയുക. റിലാക്സേഷൻ തെറാപ്പിയുടെ പ്രിപ്പറേഷന് നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടം.
അൻഷ്യ മാം പറയൂ. Mental relaxation. നമ്മൾ റിലാക്സേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഘട്ടം. സഞ്ജു സർ ഇട്ടിട്ടുണ്ട്. Breathing പറയാമോ? സഞ്ജീവ് സാർ. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, അതാണ് ഒരു ഘട്ടം. ഹോൾഡ് ചെയ്ത് വെക്കുന്നു, രണ്ടാമത്തെ ഘട്ടം. ശ്വാസം പുറത്തേക്ക് വിടുന്നു, മൂന്നാമത്തെ ഘട്ടം. കറക്റ്റ് ആൻസർ ആണ് സാർ പറഞ്ഞത്. നമ്മൾ ആ റിലാക്സേഷൻ തെറാപ്പി എടുക്കുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സാർ പറഞ്ഞ കറക്റ്റ് ആൻസറാ. ഇന്നത്തെ വിന്നർ അപ്പം സഞ്ജീവ് സാർ ആണ്. കൺഗ്രാജുലേഷൻ സഞ്ജീവ് സാർ. താങ്ക് യു. ആക്ച്വലി ഇത് പ്രോഗ്രസീവ് മ്യൂസിക്കൽ റിലാക്സേഷൻ ആണോ അതോ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണോ? പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രസീവ് മ്യൂസിക്കൽ റിലാക്സേഷൻ മസിൽ തന്നെയാണ് മാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനെ കുറിച്ച് ഉണ്ട്. നമ്മള് അനവധി ബുക്കുകളുണ്ട്. നമ്മൾ സൈക്കോളജിയിൽ ചരിത്രപരമായിട്ട് ഒരു ബുക്സ് എന്ന് പറഞ്ഞു വരില്ല, അനവധി ബുക്ക് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ എടുത്ത പോസിറ്റീവ്, അതായത് പ്രോഗ്രസീവ് റിലാക്സേഷൻ എന്നാ പറഞ്ഞത്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഉണ്ട്, അത് തന്നെയാണ്. പക്ഷെ നമ്മൾ റിലാക്സേഷൻ ചുരുക്കി പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ അങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളൂ. അതുപോലെ ഇവിടെ മാം പറഞ്ഞു ചരിത്രപരമായ ബുക്ക് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഒന്നിലൊരു ബുക്ക് എന്നാണ്, അല്ലാതെ ചരിത്രപരമായ ബുക്കാണ് സഞ്ജീവ് സാർ പറഞ്ഞത്. പക്ഷെ അതിൽപ്പെട്ട നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന സൈക്കോളജി സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ബുക്സ് എന്നാണ് കേട്ടോ. ഓക്കെ. താങ്ക് യു മാം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി അബ്ദുൾ റസാഖ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ ഇന്നത്തെ സെഷൻ മോഡറേറ്റ് ആയിരുന്ന ആതിര മാമിന് ആദ്യമായിട്ട് ഞാൻ ഈ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് മാം ഈ ഒരു സെഷൻ മോഡറേറ്റ് ചെയ്തു. ട്രാൻസ്ഫർ ഗ്രൂപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇന്നത്തെ നമ്മുടെ സ്പീക്കറായ റാഷിദ മാമിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. രണ്ടാമത് ഇന്നത്തെ സ്പീക്കർ ആയിരിക്കുന്ന റാഷിദ മാം റിലാക്സേഷൻ തെറാപ്പിയെ കുറിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടുകൂടി നമുക്ക് വളരെ ഭംഗിയായിട്ട് റിലാക്സേഷൻ തെറാപ്പിയെ കുറിച്ചിട്ട് നമുക്കതിൻ്റെ ചരിത്രവും എല്ലാം വളരെ വ്യക്തമായിട്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ട് മാം നന്നായി പറഞ്ഞു തന്നു. ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ ഒരു നല്ലൊരു അസറ്റ് കൂടിയാണ് മാം എന്ന് വളരെ വ്യക്തമായിട്ട് മാം അത് പ്രൂവ് ചെയ്തു. താങ്ക് യു റാഷിദ ഫൈസൽ. അത് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സെഷനിൽ വളരെ ഭംഗിയായിട്ട് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ലൂയിസ് മാം വളരെ ഭംഗിയായിട്ട് മാമിൻ്റെ കർത്തവ്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ മാമിനെ ഈ ഒരു വളരെ നന്ദി അറിയിക്കുന്നു. പിന്നെ ആതിര മാം വളരെ ഭംഗിയായിട്ട് ക്വിസ് പ്രസൻറ്റ് ചെയ്തു. പിന്നെ ഇതിൽ വിന്നറായിട്ടുള്ള പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഇന്നത്തെ സെഷനിൽ വിന്നറായിരിക്കുന്ന സഞ്ജീവ് സാറിന് കൺഗ്രാജുലേഷൻസ്. ഇനിയും എല്ലാവരും ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ട്രാൻസ്ഫർ എല്ലാ വ്യാഴാഴ്ചയും നടന്നു വരുന്ന ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇതേപോലെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ പിന്നെ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം ഇതുവരെയും പിന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you. Thank you. Good night. Good Thank night. you. Good night. Thank you.